ഞാൻ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ശരിയായും പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സർക്കാരിന് ഇത്രയും പെട്ടെന്ന് പാസ്സാക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ശരിയായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സമയമൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്തതിന് നേരെ വിരുദ്ധമായിട്ടാണല്ലോ മുഖപ്രസംഗത്തിലല്ലേ നിലപാട് വ്യക്തമാക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു അടിയന്തര പ്രമേയ നോട്ടീസും സ്കിപ്പ് ചെയ്തിട്ടില്ല. അതാത് സന്ദർഭത്തിൽ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഉന്നയിച്ച കാര്യം അല്ലെങ്കിൽ അടിയന്തര സ്വഭാവമില്ലാത്ത കാര്യം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അടിയന്തര പ്രമേയം എന്താണെന്ന് ചട്ടങ്ങളിൽ നിർവചിച്ചിട്ടുണ്ട്. അത് റീസെൻ്റ് ഒക്കറൻസ് ആയിരിക്കണം എന്നതാണ്. അങ്ങനെയല്ലാത്തതേ ഉണ്ടായിട്ടുള്ളൂ. സർക്കാർ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. പലപ്പോഴും പ്രതിപക്ഷം വെട്ടില്ല ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ. അടിയന്തര പ്രമേയ നോട്ടീസ് വന്നു, എന്നാൽ ശരി ചർച്ചയാവാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന നിലയിൽ പ്രതിപക്ഷം എത്തിച്ചേർന്ന സ്ഥിതി കണ്ടിട്ടില്ലേ. അപ്പം അത് മാത്രം പറയാനാണ് നിങ്ങളെ കാണാമെന്ന് തീരുമാനിച്ചത്. ഇടയ്ക്കിടയ്ക്ക് കാണാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നില്ല, എന്നാലും ഞങ്ങൾ കാണുമ്പോൾ ശരി ആയിക്കോട്ടെ, കൊടുത്താൽ നല്ലത്. കൊടുത്താൽ സന്തോഷം. കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെ ഇത് ആളുകളിലേക്ക് എത്തിക്കും. അല്ല, തമസ്കരിക്കുന്നവരാണ് കൂടുതൽ, എല്ലാവരും നല്ല ഞാൻ പറഞ്ഞത്. അല്ല, അത് നിങ്ങളിപ്പോൾ ഇഷ്ടം പോലെ തന്നെയല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്താൽ മതി, അങ്ങനെ കൊടുത്താൽ മതി. ഇന്ന് വരെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു തരുന്ന ആളുകളുണ്ടാവും. ആ ഓർമ്മയിൽ വെച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു തരുന്നവരുണ്ടാവും. ഞങ്ങളാരും അവർ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, അപ്പോൾ അവർ സാധാരണ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവരെല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കേട്ടില്ല, എനിക്ക് ചോദ്യം വ്യക്തമാവുന്നില്ല. ഫേസ്ബുക്കും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് നിങ്ങൾ കൊടുക്കാതെ വരുമ്പോഴാണ് അത് നിങ്ങൾക്ക് അല്പം പൊള്ളിയത് മനസ്സിലായി. നിയമസഭയിൽ പ്രതിപക്ഷത്തോട് ചോദിച്ച ചോദ്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തില്ല. അപ്പോൾ ഫേസ്ബുക്കിലിട്ടു. അത് നന്നായിട്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെല്ലാവരും നിങ്ങളെ കാണും. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പറയും. നിങ്ങൾ കൊടുക്കാത്ത കാര്യവും ഞങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലെത്തിക്കും. അത് ശരിയാണ്. ഇപ്പോൾ നിയമസഭയിൽ അന്ന് അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ, ഒറ്റ ചോദ്യം കൊടുത്തില്ലല്ലോ. അത് വന്നില്ല, അത് പോട്ടെ. അപ്പോൾ ഫേസ്ബുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കും. അത് നിങ്ങൾ വിഷമിക്കരുത്. അതുപോലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്. അതുപോലും ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയരുത്. പിന്നെ അവരെന്താ പറഞ്ഞെന്നുള്ളത് അവരോട് ചോദിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അവരുടെ ആളല്ലല്ലോ ഞാൻ. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഈ ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നയം രൂപീകരിക്കുക. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ. അല്ല, നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല, മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം എന്താ പറഞ്ഞത്? നയം നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ടാണ് ചർച്ച തുടങ്ങിയെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണല്ലോ, ചർച്ച ആരംഭിച്ചിട്ടില്ല, ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. പ്രതിപക്ഷമാണല്ലോ പറഞ്ഞത്. അതിപ്പോൾ ചർച്ച നടന്നു കഴിഞ്ഞു. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടന്നു കഴിഞ്ഞു.